മനസ്സൊന്ന് പതറിപ്പോയി. ഇനി മേലിൽ ഇങ്ങനെ കാണിക്കത്തില്ലെന്ന് നീ കുഞ്ഞിന്റെ തല കൈവച്ച് സത്യം ചെയ്. അമ്മേ, സത്യം ചെയ്തേ പറ്റൂ ആദി. അല്ലാതെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. മോളെ, നമ്മുടെ വീടിപ്പോ വലിയൊരു പ്രതിസന്ധിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇവിടെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്താൽ നമ്മുടെ കുടുംബം നശിച്ചു പോകും. ഏത് പ്രതിസന്ധിയിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കണം. ആരും തളർന്നു പോകാൻ പാടില്ല മോളെ. നിന്റെ ജീവിതം ഞങ്ങൾ തിരിച്ചു തരും. പക്ഷേ അതിനല്പം സമയം വേണം. അതുവരെ ഈ വീട്ടിലെല്ലാവർക്കും ഭയമില്ലാതെ കിടന്നുറങ്ങണം. അതിനുറപ്പ് തരേണ്ടത് മോള. നിന്റെ ഉറപ്പിന്മേല ഇനി കുടുംബത്തിന് മുന്നോട്ടുള്ള യാത്ര. ഇല്ലേട്ടാ, ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. മോളാണ് സത്യം. എന്നോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ ഓരോരുത്തരുടെയും സങ്കടങ്ങളും വേദനകളും എല്ലാം താങ്ങുന്നതും നേരിടുന്നതും അവനല്ലേ. അവനൊരു മനുഷ്യനല്ലേ. എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയില്ലേ മോളെ. എനിക്കറിയാം അമ്മ. ആത്മഹത്യ ചെയ്യണമെങ്കിൽ എത്ര വട്ടം അവനത് ചെയ്യുമായിരുന്നു. അച്ഛനെയും മോളെ നഷ്ടപ്പെട്ടതിന്റെ തീരാ ദുഃഖവും പേരും നടക്കുന്നവനവൻ. പുറമേ മനസ്സമാധാന സന്തോഷമൊക്കെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. തീ പിടിച്ചൊരു കാട് പോലെ അവൻ ജീവിക്കുന്നത്. അവനെന്തെങ്കിലും പറ്റിയ പിന്നെ നമ്മുടെ 4 പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും വഴിയാതാനായി പോകും. ഒന്ന് സഹായിക്കാൻ പോലും നമുക്ക് ആരുമില്ല. ഇനി ഒരിക്കലും ഞാൻ സച്ചേട്ടനെ വേദനിപ്പിക്കില്ലമ്മ. ഞാൻ കാണിച്ച ബുദ്ധിമോശം എനിക്ക് മനസ്സിലായി. മോൾക്കറിയാതെ അമ്മ എന്തിനാ കരഞ്ഞേ? അമ്മ കരഞ്ഞില്ലല്ലോ. എന്നിട്ടാണോ അമ്മയുടെ കണ്ണ് നിറഞ്ഞേ? അച്ഛൻ വരാത്തോണ്ടാണോ അമ്മ കരഞ്ഞേ? അമ്മ കരയണ്ട, അമ്മക്ക് ഞാനില്ലേ. ഉമ്മ അമ്മൂട്ടി പറഞ്ഞത് കേട്ടില്ലേ മക്കളെ? ഈ ധൈര്യം പോരെ നിനക്ക് ജീവിക്കാൻ? ആരുമില്ലെങ്കിൽ എന്താ? നിനക്ക് ഈ മോളില്ലേ, ഈ അമ്മയില്ലേ, സച്ചിയും ഞങ്ങളെല്ലാരും നിന്റെ കൂടെ ഇല്ലേ? അവൻ നിന്നെ ഇട്ടിട്ട് പോയാലും നീ തോറ്റു പോകില്ലെന്ന് അവന് നീ കാണിച്ചു കൊടുക്കണം. അധിക നാളൊന്നും ദൈവം നമ്മളെ കഷ്ടപ്പെടുത്തത്തില്ല. നോക്ക്, നിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ള ഇരുട്ട് മാറി വെളിച്ചം വരും. ധൈര്യം കൈവിടാതിരുന്നാൽ മാത്രം മതി. രാത്രി ഇവിടുത്തെ അംഗം നീ ഒന്ന് കാണേണ്ടതായിരുന്നു. പകലോ ഒന്നും കഴിച്ചില്ല, രാത്രിയിലും കഴിച്ചില്ല. കഴിക്കാൻ ചെന്ന് വിളിച്ചപ്പോഴേ അച്ഛനും അമ്മയും വന്നിട്ടേ കഴിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റ വാശിയിലായിരുന്നു.
ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കണ്ടേ? എന്നിട്ട് ഒടുവിൽ എന്റെ കൈയും തട്ടിമാറ്റി അച്ഛനും അമ്മയും കാണാൻ പോണെന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടമായിരുന്നു. പടിയിറങ്ങിയപ്പോ ദേ കിടക്കുന്നു, വീണു. എന്ത് സമൃദ്ധി, എന്ത് പറ്റി? നമ്മുടെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവൾ എവിടെ വീണു. അവളുടെ കരച്ചിൽ ഞാൻ കേട്ടു. നമുക്കിപ്പൊ തന്നെ പോണം. എനിക്കിപ്പൊ തന്നെ മോളെ കാണണം. അവൾക്ക് നല്ലതുപോലെ മുറിവേറ്റിട്ടുണ്ട്. നെറ്റി ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു. ഭാഗ്യത്തിന് വേറൊന്നും പറ്റിയില്ല. എന്താ മോളെ ഇതൊക്കെ? അച്ഛനും അമ്മയും വരില്ലേ? അച്ഛനും അമ്മയും കാണാതെ എനിക്ക് വല്ലാതെ വിഷമം വന്നു. അതുകൊണ്ടാ ഞാൻ. സാരമില്ല പോട്ടെ, എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ. എന്തായി ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ? ആ, നടക്കുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഓർമ്മ എങ്ങാനും തിരിച്ചു കിട്ടിയ പിന്നെ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ഗൗരിമോളെ നോക്കുന്നൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഈ പ്രായത്തില്. അതിന് അമ്മ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മോളെ, അച്ഛൻ മോളെ കൊണ്ടുപോകാൻ വന്ന. സത്യാണ് അച്ഛാ? പിന്നല്ലാതെ. അമ്മയ്ക്ക് മോളെ കാണണം. എന്നാ ഞാൻ റെഡി ആവട്ടെ? ആ, ഇപ്പോഴല്ല, നമുക്ക് നാളെ രാവിലെ പോവാം. അതെന്തായാലും നന്നായി. ഇത് ഞാൻ നിന്നോട് വിളിച്ചു പറയണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. 2 ദിവസം മോൾ അമ്മയുടെ കൂടെ നിൽക്കട്ടെ. മോളുടെ മുഖം ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആയില്ലേ? ആ, അതെങ്ങനെ പറഞ്ഞാ കേൾക്കണ്ടേ? കുളിക്കാൻ ഞാൻ പലവട്ടം പറഞ്ഞതാ. ഇവിടെ വന്ന് ഒറ്റ ഇരിപ്പാ. ഇപ്പൊ നീ വന്നപ്പോഴാ ഒന്ന് എഴുന്നേറ്റത്. മോളെ, മോള് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് അച്ഛന്റെ കൂടെ കിടന്നുറങ്ങാം. ഞാൻ ഇപ്പൊ വരാം. കണ്ടില്ലേ, ഇപ്പൊ അവളുടെ പിടിവാശിയും കരച്ചിലും ഒക്കെ പോയി. ശശിരെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി മേലിൽ മോളുടെ മുമ്പിൽ വെച്ച് സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചിട്ടുന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടിപ്പോരുത്.